بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى باب حب الرسول صلى الله عليه وسلم من الإيمان ബാബുൻ ഇതൊരു ബാബാകുന്നു. സാധാരണ പറഞ്ഞമാർക്ക് വായിക്കാം ബാബു ഹുബ്ബുർ റസൂല് ഇലാഫത്തേറ്റ ജുംലയിലേക്ക്. ഇനി ബാബ് എന്ന് ഒക്ഫീദും വായിക്കാം. ഹുബ്ബുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ മിനൽ ഈമാൻ ഈമാനിൽപ്പെട്ടതാണ്. ഈമാനിൻ്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത്. വബിഹി ഖാല ഹദ്ദസനാ അബുൽ യമാനി ഖാല അഖ്ബറനാ ശുഐബുൻ ഖാല ഹദ്ദസനാ അബുസ്സിനാദി അനിൽ അഅ്റജി عن أبي هريرة رضي الله عنه وعنهم أن رسول الله صلى الله عليه وسلم قال فوالذي نفسي بيده لا يؤمن أحدكم حتى أكون أحب إليه من والده وولده. മുഅ്മിനീങ്ങൾ വളരെ ചിന്തിക്കേണ്ടതും വളരെ സ്വയം ആത്മാവിലേക്ക് മടങ്ങി ഈ ഹദീസിൽ പറയുന്ന സ്വഭാവം എനിക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതും ആ ഒരു ഹദീസിൽ പറഞ്ഞ ആ ഒരു സിഫത്തിലേക്ക് എത്തിപ്പെടുകയും വേണം. അള്ളാഹു നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹബ്ബാക്കി തെരുമാറാവട്ടെ. ഇവിടെ ഹുബ്ബു ബാബിൽ പറഞ്ഞത് ഹുബ്ബുർ റസൂൽ എന്ന ഈ അർ റസൂൽ എന്നുള്ള അലിഫ്ലാം അഹദിനിക്കാണ്. അഹദിനിക്ക് പറയുമ്പോൾ നമ്മളെ നബി, നമ്മളെ റസൂല്, നമ്മുടെ റസൂല് എന്നർത്ഥത്തിലാണത്. കാരണം പൊതുവെ എല്ലാ അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കുകയും അവരെ സ്നേഹിക്കുകയും വേണം. അത് ഈമാൻ കാര്യത്തിൻ്റെ ഭാഗത്തിൽ പെട്ടു തന്നെയാണ്. അമ്പിയാക്കൾ മഹത്തുക്കളാണ്, അവരെ സ്നേഹിക്കേണ്ടവരാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം വേണം. പക്ഷേ ഇവിടെ പറയുന്നത് മറ്റു അമ്പിയാക്കളെ സ്നേഹിക്കുന്നതിനെ പറ്റിയല്ല. അർ റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റസൂല് എന്നാണ്. കാരണം ഹദീസിൽ വരാൻ പോകുന്നത് അത്ത അക്കൂന ഞാനാകുന്നത് വരെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഹദീസിൽ ബാബിൽ പറഞ്ഞ അർ റസൂല് നമ്മുടെ റസൂൽ ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ഇവിടെ സനദ് നാം വായിച്ചു. ഒന്ന് അബുൽ യമാൻ എന്നവരാണ്, അവരെ സംബന്ധിച്ച് മുമ്പ് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. രണ്ടാമത്തേത് അബുൽ യമാൻ്റെ ഉസ്താദ് ശുഐബ് എന്നവരാണ്, അവരെ സംബന്ധിച്ചും മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ശുഐബ് എന്നവരുടെ ഉസ്താദ് അബുസ്സിനാദ് എന്നവരാണ്. ബിഗസിരിസായി വബിന്നൂനി സിനാദ് അബുസ്സിനാദ്. അവരുടെ പേര് അബ്ദുല്ലാ എന്നാകുന്നു. അബ്ദുല്ലാഹിബിനു ദക്വാന അൽ മദനിയു അൽ ഖുറശിയു, ഖുറൈശിയുമാണ് മദനിയുമാണ്. അബുസ്സിനാദ് എന്നവർ അവരുടെ പേര് അബ്ദുല്ലാഹിബിന് ദക്വാൻ എന്നാണ്. അവർക്ക് ഈ പേര് അബുസ്സിനാദ് എന്ന പേര് അവർക്ക് തീരെ താല്പര്യമില്ലാത്ത പേരാണ്. അവർ ദേഷ്യം പിടിക്കുമായിരുന്നു അബുസ്സിനാദ് എന്ന് വിളിക്കാൻ. കാരണം സിനാദ് എന്ന് പറഞ്ഞാൽ ഈ തീയുണ്ടാക്കുന്ന കല്ല്, തീ ഉണ്ടാകാൻ വേണ്ടി വരുതുന്ന കല്ല് എന്നാണ് സിനാദ്.
അപ്പോൾ അബുസിനാദ് പറഞ്ഞാൽ തീ ഉണ്ടാക്കുന്ന കല്ലുണ്ടാക്കുന്ന ആള്, കല്ലുകാരൻ എന്നർത്ഥം വരും. അപ്പോൾ എനിക്ക് സുഹായിബുകൾ അർത്ഥമാണ് വരിക അങ്ങനെയുള്ള സ്ഥലത്ത്. അപ്പോൾ തീ വരശിക്കല്ല് എന്നുള്ള പേര് അവരെ വിളിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ലായിരുന്നു, ദേഷ്യം വഹിക്കുമായിരുന്നു എന്നാ. വകാന യഗ്ളിബു മിൻ ഹാദിഹിൽ കുഞ്ഞ ലാകിൻ ഇഷ്തഹറ ബിഹാ. പക്ഷേ ആരോ ആ പേരിട്ടത് അത് നമുക്കറിയില്ല. പക്ഷെ ഒരു പേരിൽ ഒരാൾ അറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞാലേ അവരെ മനസ്സിലാവുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പേര് വിളിക്കാം എന്നുള്ളതാണ്. അങ്ങനെ കുറേ റാവികളെ പേരുണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകൾ, അതിന് അർത്ഥം വലിയതുമ്പോൾ അർത്ഥമാവില്ല. പക്ഷെ അത് ആരോട്ട പേരിൽ ഒരാൾ മഷൂറായി കഴിഞ്ഞാൽ ആ പേര് ഉപയോഗിക്കുന്നത് എനിക്ക് കുഴപ്പമില്ലാതാണ്. അവർക്ക് വേറെയും കുഞ്ഞത്തലമുണ്ട്, അബൂ അബ്ദില്ല എന്നും അബൂ അബ്ദുറഹ്മാൻ എന്നുള്ള പേരും അവർക്കുണ്ട്. അപ്പം അബൂ സിനാദ് എന്ന് പറയുന്ന മാതിരി തന്നെ അബൂ അബ്ദുറഹ്മാൻ എന്നും അവരെ സംബന്ധിച്ച് പറയലുണ്ട്. വഖദ് ഇത്തഫഖ അലാ ഇമാമത്തിഹി വജലാലത്തിഹി. അവര് ഇമാമാണ് എന്നുള്ള വിഷയത്തിലും അവർക്ക് വലിയ ഉയർന്ന സ്ഥാനമാനങ്ങളുണ്ട് എന്നുള്ള വിഷയത്തിലും ഇമാമിയങ്ങൾക്ക് മുഹദ്ദിസീങ്ങൾക്ക് യാതൊരു അഭിപ്രായവശവുമില്ല. മുത്തഫഖാണ് അതിൻ്റെ മേലിൽ. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അബുസിനാദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കൽ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ഓരോരോ കാലത്തും ഓരോരോ അമീറുൽ മുഅ്മിനീൻ ഉണ്ടാകും. എന്നാൽ അബുസിനാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവരെ സംബന്ധിച്ച് സുഫിയാനു സൗരി പറയല് ഖാലൽ ഇമാമു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. അവരെ സംബന്ധിച്ച് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വർണ്ണിക്കല്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാറ്റിം മുഹദ്ദിസാണ്, നഖാദാണ്. അവർ പറഞ്ഞെന്താ സിഖത്തുൻ, അബുസിനാദ് വിശ്വസ്തനാണ്, സാഹിബു സുന്നത്ത് ഹദീസിൻ്റെ ആളുമാകുന്നു, അവരെ കൊണ്ട് തെളിവിന് ഉദ്ധരിക്കപ്പെടാൻ പറ്റുന്ന ആളാണ്. ഇതൊക്കെ പറയാന്നേ ഉള്ളൂ. കാരണം ഇമാം ബുഖാരിയുടെ സനദിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട. പക്ഷേ മദ്ഹബിന് വേണ്ടി നാം അത് ഉദ്ധരിക്കുന്നു എന്നേ ഉള്ളൂ. അവർക്ക് ധാരാളം മഹാന്മാരായ ശിഷ്യന്മാരുണ്ട്. ഈ അബുസിനാദ് എന്നവർ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവോട് കൂടെ ഒരു ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരത് പറയുന്നുണ്ട്. ഒരു മയ്യത്തിൻ്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവോട് കൂടെ അബുസിനാദ് എന്നവർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പം ചെറിയ കുട്ടിയാണ്. അപ്പം അവരോട് കൂടെ ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പം സ്വഹാബിനെ കണ്ട ആളായി. സ്വഹാബിനെ കണ്ട ആളാകുമ്പം അവർ താബിഈയാണ്, താബിഈൻ സഗീർ. കുറേ സ്വഹാബത്തിനെ കണ്ടിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരൊരു പ്രത്യേകത എന്താണ്? സ്വഹാബിയല്ല. അങ്ങനെ കൂടുതൽ സ്വഹാബികളെ വക്കൽ നിന്ന് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതാണ് സ്വഹാബികൾ അവർക്ക് ഉസ്താദന്മാരായിട്ടില്ല. അവിടെ ഉസ്താദന്മാർ മുഴുവനും താബിയങ്ങളാണ് അബുസിനാദ് എന്നവരുടെ. അതോടുകൂടെ അവരുടെ ശിഷ്യന്മാർ വലിയ വലിയ താബിയങ്ങളുണ്ട്. വഹാദാ മിൻ ഫളായിലിഹി. ഇമാമിങ്ങൾ പറയാണ് അബുസിനാദ് എന്നവരുടെ വലിയൊരു പോരിഷ് തന്നെയാണത്. ഇവര് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇറാഖിലെ നികുതി പിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരാണ്. ബഹുമാനപ്പെട്ട അബുസിനാദ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം ശിഷ്യന്മാർ അവരെ പിന്നിലുണ്ടായിരുന്നു. ഒരു സമയത്ത് 300ഓളം ശിഷ്യന്മാരെല്ലാം അവരെ പിന്നിൽ ഞാൻ കണ്ടു എന്ന് ലൈസ് ഇബ്നു സഅദ് നമ്മൾ ഉദ്ധരിച്ച മഹാനാണ് ലൈസ് ഇബ്നു സഅദ്. അവർ പറയുന്നുണ്ട് 300ഓളം ശിഷ്യന്മാർ അവരുടെ ഓരോരോ ഹർക്കാത്ത് സകനാത്ത് വീക്ഷിച്ച് അവർ വക്കലിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി നടന്നിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അബുസിനാദ് അഫ്ഖഹു മിൻ റബീഅത്തിനേക്കാളും വലിയ ഫിഖ്ഹുള്ളവരാണ് അബുസിനാദ് എന്നവർ. അബുസിനാദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് അവർ കുളിക്കുമ്പോൾ പെട്ടെന്നാകുന്നു. ഹിജ്റ 130 അന്ന് അവർക്ക് 66 വയസ്സാണുള്ളത്. പെട്ടെന്നുള്ള മരണമാകുന്നു.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വർത്താനുണ്ട്, അത് മനസ്സിലാക്കേണ്ടതല്ല. എന്താ? അസഹു അസാനീദി അബീ ഹുറൈറ അബുസ്സിനാദി അനിൽ അഅ്റജി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾ ധാരാളമുണ്ടല്ലോ. ആ ഹദീസുകളിൽ നിന്ന് അബൂ ഹുറൈറൻ്റെ റാവികളിൽ വെച്ച് ഏറ്റവും അസഹായ ഇസ്നാദ് അബുസ്സിനാദ് അനിൽ അഅ്റജി അൻ അബീ ഹുറൈറ. ഇവിടെ നമ്മൾ ഉദ്ധരിച്ച ഹദീസ് അബുസിനാദിൻ്റെ ആദ്യത്തെ ഹദീസ് അങ്ങനെയാണല്ലോ വരുന്നത്. അബുസിനാദി അനിൽ അഅ്റജി അൻ അബീ ഹുറൈറ. ഇതാണ് അസഹു അസാനീദി അബീ ഹുറൈറ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞത് അബുസിനാദിൻ്റെ ഉസ്താദ് അഅ്റജ് എന്നവരാണ്. ആ അഅ്റജ് എന്നവരുടെ മുടന്തെന്നാണ് അർത്ഥം. അവരുടെ പേര് അബൂദാവൂദാണ്. അബൂദാവൂദ് എന്നാണ് അവരുടെ സ്ഥാനപ്പേര്. അവരുടെ പേര് അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസ് എന്നുമാകുന്നു. അവർ താബിഈയാണ്, മദീനക്കാരനാണ്, ഖുറൈശിയുമാകുന്നു. ഖുറൈശി എന്ന് പറഞ്ഞാൽ ഇത്തിക്ക് കൊണ്ടുള്ള ഖുറൈശിയാണ്. മൂറൽ കൗമി മിൻഹും എന്ന് പറഞ്ഞാൽക്കുള്ള മുമ്പ് യഥാർത്ഥ ആദ്യം അടിമയായിരുന്നു, പിന്നീട് ഇത്തിക്കല്യതാണ്. റബിയത്ത് ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനായ ഹാരിസ് എന്നവരുടെ മകനായ റബിയത്ത് അവരുടെ അടിമയായിരുന്നു. അവർ ഇത്തിക്കല്ലി സ്വതന്ത്രനാക്കി അങ്ങനെ ഖുറൈശിയായവരാണ്. അങ്ങനെ റാവികൾ കുറേ അങ്ങനെ ഉണ്ട്. അവരെ തൊട്ടും ധാരാളം മഹാന്മാർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉസ്താദന്മാരിൽപ്പെട്ട അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രധാനിയാണ് സുഹ്രി ഇമാം, യഹ്യ അൽ അൻസാരി, യഹ്യ ബിൻ അബീ കസീർ, ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ അവർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വഫാത്തായത് അലക്സാണ്ട്രിയയിലാണ് 117 ഈ സ്ഥലത്ത് ഇമാമിയങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ഒരു സംഭവം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ ഉസ്താദായിട്ട് ഒരു ഇബ്നു ഹുർമുസ് ഉണ്ട്. മുവത്തയിലൊക്കെ കാണാം ഇബ്നു ഹുർമുസ്. ആ ഇബ്നു ഹുർമുസ് എന്നത് അഅ്റജിൻ്റെ പേര്, നമ്മുടെ റാവിയായ അഅ്റജിൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസ് എന്നാണല്ലോ. എന്നാൽ ഈ അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസ് അല്ല ഇമാം മാലിക് പറയുന്ന ഇബ്നു ഹുർമുസ്. അബ്ദുല്ലാഹി ബിൻ യസീദ് ബിൻ ഹുർമുസ് എന്ന് പറയുന്ന മഹാനാണ്. ഹുർമുസ് എന്നവരുടെ മകൻ്റെ മകനായ അബ്ദുല്ല എന്ന് പറയുന്നവരാണ് ഇമാം ബുഖാരി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഇബ്നു ഹുർമുസ്. കാരണം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ അഅ്റജാകുന്ന അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസിനെ തൊട്ട് നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, വാസ്തവോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഇമാമിങ്ങൾ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഐനി പറയാണ് വാദാ മൗദി ഇൽതിബാസിൻ അലാ കസീരി മിനൻ നാസ് ദക്കർതുഹു ലിൽ ഫർഖി ബൈനഹുമാ. അവർ അഅ്റജ് എന്നവർ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നത് ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫവല്ലദീ, ഖസമിൻ്റെ വാവാണ്, ഫവല്ലദീ, ഒരു റബ്ബിനെ തന്നെയാണ് സത്യം. എങ്ങനെയുള്ള റബ്ബാണ്? നഫ്സി, എൻ്റെ നഫ്സാകുന്നത്. നഫ്സിനിക്ക് മഹാന്മാരൊക്കുന്ന അർത്ഥം റൂഹ് എന്നാണ്. എൻ്റെ റൂഹാകുന്നത്, അല്ലെങ്കിൽ റൂഹും കൂടി ഉൾക്കൊള്ളുന്ന എൻ്റെ ഈ ഭൗതിക ശരീരമാകുന്നത്, അങ്ങനെ അർത്ഥം വെക്കലുണ്ട്. ബിയദിഹി, ആ അല്ലാഹു ആ റബ്ബിൻ്റെ കരങ്ങളിലാണ്. അങ്ങനെയുള്ള അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എൻ്റെ ശരീരം, എന്നിൻ്റെ റൂഹ് ആരുടെ നിയന്ത്രണത്തിലാണോ ഉള്ളത്, ആരുടെ കയ്യിലാണോ ഉള്ളത്, അവനെ തന്നെയാണ് സത്യം. ലാ യൂമിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും മൂമിനാവൂല. ഹത്താ അകൂന, ലാ യൂമിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും മൂമിനാവൂല. ഹത്താ അകൂന, ഹത്തനസ്ബയും അത് അകൂന, ഹത്താ അകൂന, ഞാനാകുന്നത് വരേക്കും, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ ആകുന്നത് വരേക്കും, മിൻ വാലിദിഹി, അവൻ്റെ പിതാവ് എന്നർത്ഥം വെക്കാം. അപ്പോൾ മാതാവ്
പറയാത്തതാണ്. പിതാവിനെ പറയുമ്പോൾ മാതാവ് ഉദ്ദേശം ഉണ്ടാവും എന്നൊക്കെ പറയാത്തതാണെന്ന് വെക്കാം. അല്ലെങ്കിൽ വാലിദിനിക്ക് അവനിക്ക് ജന്മം നൽകിയവൻ എന്നർത്ഥം വെക്കാം. ഉമ്മയും പെട്ടു, പിതാവും പെട്ടു, മാതാവും പെട്ടു. വലദിഹി അവൻ്റെ വലത് സന്താനത്തിനേക്കാളും, അവൻ്റെ ജന്മം നൽകിയവരെക്കാളും, അവൻ ജന്മം നൽകിയവരെക്കാളും അവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ ഞാനാകുന്നത് വരേക്കും നിങ്ങളിൽപ്പെട്ട ഒരാളും മൂമിനാവൂല. ഇവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, തുടക്കത്തിൽ തന്നെ സത്യമാണ്. ഫവല്ലദീ, ആരും സത്യം ചെയ്യിപ്പിച്ചതല്ല. അവർ അത്യാവശ്യ കാര്യം, വളരെ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം പറയുമ്പോൾ സത്യം ചെയ്യിപ്പിക്കുന്ന ആളില്ലാതെ സത്യം ചെയ്ത് പറയുന്നതിന് വിരോധമില്ല എന്ന് മനസ്സിലാക്കാൻ മഹാഭാരതം വിശദീകരിക്കുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തൊന്ന്, നഫ്സി ബിയദിഹി, അല്ലദീ കൊണ്ട് മുറാദ് അല്ലാഹു ആണല്ലോ. അവൻ റബ്ബിനെ തന്നെയാണ് സത്യം, അള്ളാഹിനെ തന്നെയാണ് സത്യം. എങ്ങനെയുള്ള അള്ളാഹു ആണ്? നഫ്സി, എൻ്റെ റൂഹ് അല്ലെങ്കിൽ എൻ്റെ ശരീരം, ബിയദിഹി, ആ റബ്ബിൻ്റെ കരങ്ങളിലാണ്. അവ റബ്ബിലേക്ക് യദിനെ ചേർത്തു. ഈ കൈ എന്നത് കൊണ്ട് ഉദ്ദേശം എന്ത്? അത് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് അതിൽ രണ്ടഭിപ്രായമുണ്ട്. ഈ രണ്ടഭിപ്രായം സുന്നത്ത് ജമാഅത്തിൻ്റെ അഭിപ്രായ. സുന്നത്ത് ജമാഅത്തിനിക്ക് ഇവിടെ രണ്ടഭിപ്രായമാണുള്ളത്. ഒന്ന്, യദ് എന്ന് പറഞ്ഞാൽ യദന്നെയാണ്, കയ്യന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കയ്യുണ്ടോ? കയ്യുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കയ്യിനെ പറ്റി? ആ പറഞ്ഞോടത്തെല്ലാം ഉള്ള ഉദ്ദേശമുള്ള അതന്നെ ആയിക്കോട്ടെ. ഇമാമിങ്ങൾ പറയാണ്, യാതൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. വല്ലദീ നഫ്സി ബിയദി, പരിശുദ്ധ ഖുർആനിൽ കാണാം സൂറത്തുൽ ഫത്ഹിൽ, യദുല്ലാഹി ഫൗക അയ്ദീഹിം. വറാത്ത് കാണാം ബൽ യദാഹു മബ്സൂതതാനി. ഹദീസുകളിൽ കാണാം സുൽസുല്ലയിൽ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരം നീട്ടും. ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ? ഞാൻ കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട് എന്ന് പറയാം. ഖുർആനിൽ അല്ലാഹു തആലക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു? വജ്ഹുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വയബ്കാ വജ്ഹു റബ്ബിക, വജ്ഹുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം അല്ലാഹ് ഏതായാലും ഉണ്ടല്ലോ, അത് ഉറപ്പാണ്, മൗജൂദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ വാജിബായ സിഫത്തല്ല വജൂദ്. അപ്പം അല്ലാഹുക്ക് വജൂദുണ്ട്, അല്ലാഹ് ഉണ്ട്. ആ ഉള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, മുഖമുണ്ട്, കാലുണ്ട് എന്നെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഉണ്ട് എന്ന് തന്നെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ് ഞാൻ ചിന്തിക്കണ്ട, എന്ത് കയ്യാ അല്ലാഹുക്കുള്ളത്, എന്ത് തലയാണ് മുഖമാണ് അല്ലാഹുക്കുള്ളത്, എന്ത് കാലാണ് അല്ലാഹുക്കുള്ളത്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതേതാ നമുക്കറിയില്ല. തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സിഫത്താണ് എല്ലാ ഹവാദിസിനോടും എതിരാവൽ. മുഖാലഫത്തുൻ ലിൽ ഹവാദിസി, അല്ലാഹുവിന്റെ സിഫത്തല്ലേ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കരങ്ങൾ നമ്മുടെ കരങ്ങളെപ്പോലെ എന്ന് പറയാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഇമാം ജലാലൈനി റളിയല്ലാഹു ജലാലൈനി തഫ്സീർ പറഞ്ഞെന്താ? അർ-റഹ്മാൻ അലൽ അർശി ഇസ്തിവാ, ഇസ്തിവാ യലീഖു ബിഹി. കണ്ടോ, അർശിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവായി. ഖുർആൻ പറഞ്ഞതല്ലേ, അത് അങ്ങനെ തന്നെ ഇസ്തിവാ ആയിട്ടുണ്ട്. എന്ത് ഇസ്തിവാ? യലീഖു ബിഹി, അള്ളാഹുവിനോട് യോജിക്കുന്ന നിരക്ക്. അള്ളാഹുവിന്റെ ഇസ്തിവാ അങ്ങനെ ഒരു രാജാവ് സിംഹാസനത്തിൽ കയറിക്കുന്നതായി പറയാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദാത്തുൽ മുഖദ്ദസത്തിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും, ഒരു മനുഷ്യനിക്കും ഒരു മഖ്ലൂഖിനിക്കും ഒരു പിടുത്തവും കിട്ടാത്തത് കൊണ്ട്, കാരണം മനുഷ്യൻ്റെ ശരീര ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്ന അത് ഈ ബാഹ്യമായ ലോകം മാത്രമാണ്.
അത് കാണുന്നതും അത് തൊടുന്നതും അത് രുചിക്കുന്നതും അത് വാസനിക്കുന്നതും അത് കേൾക്കുന്നതുമെല്ലാം ഭൗതികതയിലുള്ള വസ്തുക്കളായതുകൊണ്ട് തന്നെ അഭൗതികമായ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഒരു നിലക്കും തസവ്വുറാക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കയ്യ് അത് രക്തമുള്ള കയ്യാണോ, അത് എത്ര വലുപ്പമുണ്ട്, എത്ര നീളമുണ്ട്, അതിലേക്ക് പോകണ്ട. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ മനസ്സിലാക്കിയെങ്കിലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലായെ നാളെ മഹ്ശറയിൽ വെച്ച് കാണുമ്പോൾ അപ്പം അതിനെ സംബന്ധിച്ച് വിലയിരുത്തുക എന്നല്ലാതെ ഇപ്പം അതിൻ്റെ കൈഫിയത്ത് വിശദീകരിക്കണ്ട. കയ്യുണ്ടോ, കയ്യുണ്ട്. വൽ കൈഫു മജ്ഹൂൽ വസ്സുആലു അൻഹു ബിദ്അ. നാളെ മഹാന്മാർ പറഞ്ഞത് ഇസ്തിവാഹിനെ സംബന്ധിച്ചും പറഞ്ഞത് തന്നെയല്ലേ. ഇസ്തിവാ ഉണ്ടോ, ഖുർആനിൽ ഇസ്തിവാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയുള്ള ഇസ്തിവാ ആണ് അറിയില്ല. എങ്ങനെയാണ് ഇസ്തിവാ നൈമ ചൊറിഞ്ഞു കൂടലാണെങ്കിലോ അത് ബിദ്അത്താണ്. ഇതാണ് സലഫു സ്വാലിഹീങ്ങളുടെ മദ്ഹബ്. അവിടെ മറ്റൊരു മദ്ഹബ് ഉണ്ട്, നാം വെച്ച മാതിരി. യദുല്ലാഹി ഫൗക അയ്ദീഹിം ഫവല്ലദീ നഫ്സി, എൻ്റെ നഫ്സ് ആകുന്നത് അവൻ വല്ലൊരുത്തർ തന്നെയാണ് സത്യം. എൻ്റെ നഫ്സ് ബിയദിഹി, അവൻ്റെ നിയന്ത്രണത്തിലാണ്, അവൻ്റെ കുദ്റത്തിലാണ് എന്നർത്ഥം വെക്കാം. അത് രണ്ടാമത്തെ തൗഹീദ്. രണ്ടാമത്തെ അവർ തൗഹീദ് ചെയ്യുന്ന വിഭാഗം എന്ന് പറയും. അതും സലഫു സ്വാലിഹീങ്ങളുടെ വലിയ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യദർശികളായ മഹത്തുക്കൾ വെച്ചാർത്ഥം തന്നെയാണത്. അങ്ങനെ വെക്കുമ്പോൾ ഏതില്ല, പിന്നെ അള്ളാഹ്ക്ക് കയ്യുണ്ടോ കാലുണ്ടോ ചോദ്യമില്ല. അതൊരു പ്രയോഗം മാത്രമാണ്. അത് കയ്യുള്ളവൻ ചെയ്യും പോലെയുള്ള ഒരു തസ്വീറാണ്, ഒരു ചിത്രീകരണമാണ്. ഉദ്ദേശം മറ്റൊരർത്ഥമാണ്, ഹക്കീക്കത്തല്ല, മജാസാണ് ഉദ്ദേശം എന്നാണ് വെച്ച് പോയാൽ പുത്തനാശയക്കാർക്ക്, അതുപോലെ ളുഅഫാഉൽ ഈമാൻ ഉള്ള ആളുകൾക്ക് ആ അർത്ഥം വെച്ചാൽ അവർക്ക് അവിടെ സംശയത്തിനിക്ക് വകുപ്പില്ല. അത് ഇസ്തിആറത്താണ്, മജാസാണ് എന്ന് പറഞ്ഞാൽ പോയാൽ മതി. ഇങ്ങനെ രണ്ട് തൗഹീദും സുന്നത്ത് ജമാഅത്തിൻ്റെതാണ്. നമ്മുടെ പണ്ഡിതന്മാർ രണ്ട് നിലക്കും പോവലുണ്ട്. അവിടെ നിന്ന് കൈയുണ്ടെങ്കിൽ ആ കൈക്ക് വിരലുണ്ടാവൂലേ, ആ വിരലിൻ്റെ കോല എങ്ങനെയാകും, എത്ര വലുപ്പമുണ്ടാകും, അപ്പോൾ ജിസ്മാവൂലേ എന്ന് പറഞ്ഞാൽ അവൻ മുബ്തദിയാണ്. മുബ്തദി മാത്രമല്ല, അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ മുഖം മനുഷ്യരുടെ അല്ലെങ്കിൽ മഖ്ലൂഖിൻ്റെ മുഖം പോലെയാണ് എന്ന് പറഞ്ഞാൽ കാഫിറുമാകും. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് മദ്ഹബ് അവിടെയുണ്ട്. രണ്ട് മദ്ഹബ് അനുസരിച്ചും രണ്ടും ശരിയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമെല്ലാം പറയുന്നത് ജലാലയിൽ പോകുന്ന പോക്ക് തന്നെയാണ് നല്ലത് എന്നാണ്. ഏതുണ്ട്, എന്തിനാണ് അള്ളാഹ് ഉണ്ട് പറഞ്ഞ സമ്മതി നമ്മൾ ഇല്ല എന്ന് പറയേണ്ട ആവശ്യം എന്തിനുണ്ട്? അതിൻ്റെ കൈഫിനെ പറ്റി ചിന്തിക്കാന്നാ പോരെ. അള്ളാഹു തആലയോട് ചോദിച്ച നിലക്കുള്ള കൈ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു കുദ്റത്തുണ്ട് എന്ന് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങനെയാണ് പോയാൽ മതി. ഒന്ന് മറ്റൊന്നിനിക്ക് തടസ്സമാകുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ച് ഒരാൾക്കും പിടുത്തം കിട്ടൂല എന്നുള്ളതാണല്ലോ അള്ളാഹുവിൻ്റെ പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ലൂഖുകളെ തൊട്ട് അപ്രത്യക്ഷനാണ് എന്നുള്ളത് തന്നെയാണ് കാരണം. ഫവല്ലദീ നഫ്സി ബിയദിഹി ലാ യൂമിനു അഹദുക്കും, അതാ സത്യം ഇത് പറയുന്നത്, നിങ്ങളിൽപ്പെട്ട ഒരാളും മൂമിനാവൂല. ഹത്താ അകൂന, ഞാൻ ആകുന്നത് വരേക്കും, അഹബ്ബ ഇലൈഹി, അഹബ്ബ് എന്ന് പറഞ്ഞാൽ അഫ്ള തഫ്ളീലാണ്. ഇവിടുത്തെ അഫ്ള തഫ്ളീൽ സാധാരണ പ്രയോഗത്തിന് വിപരീതമായിട്ടാണ്. സാധാരണ അഫ്ള തഫ്ളീൽ ഉപയോഗിക്കുമ്പം അത് ഫായിലിൻ്റെ അർത്ഥത്തിനാണ് ഉണ്ടാകുക. അക്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഹുമാനിക്കുന്നവൻ, അഫ്ളൽ ഏറ്റവും പോരിശയായവൻ എന്നാണ്. ആ അർത്ഥമല്ല ഇവിടെ. ആവുമ്പോൾ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവനാവണം എന്നർത്ഥം വരും. അങ്ങനല്ലല്ലോ, ഞാൻ സ്നേഹിക്കപ്പെടുന്നവനാവണം എന്ന്. അപ്പോൾ ഇസ്മു മഫ്ഊലിനുള്ള അഫ്ള തഫ്ളീലാണ്. അത് സാധാരണ പ്രയോഗത്തിൻ്റെ എതിരാണ്, എന്നാലും ഖിയാസിയാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഉപയോഗങ്ങൾ ധാരാളമുണ്ട്, അങ്ങനെയും ഇവിടെ ആ പ്രയോഗമാണ്. ഹത്താക്കൂന, ഞാനാകുന്നവരേക്കും, മഹബ്ബ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവനാകുന്നവരേക്കും, ഇലൈഹി അവനിലേക്ക്, മിൻ വാലിദിഹി
അവനിക്ക് ജന്മം നൽകിയവനേക്കാളും വവലദിഹി അവൻ ജന്മം നൽകിയവനേക്കാളും. അവനിക്ക് ജന്മം നൽകിയവൻ വാപ്പയും പെട്ടു ഉമ്മയും പെട്ടു, ആ പിതാമഹന്മാർ അങ്ങോട്ട് പോവും. വലത് എന്ന് പറഞ്ഞാൽ ഓൻ്റെ മക്കളും പെടും, മക്കളും പെടും, എല്ലാവരും പെടും. ജിൻസ് മുറാദാക്കിയാൽ മതി. അപ്പം അവരെക്കാൾ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവൻ ഞാനാകുന്നവരേക്കും നിങ്ങളിൽപ്പെട്ട ഒരാളും തന്നെ മുസ്ലിമാവൂല, മൂമിനാവൂല. ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹബ്ബാകുക എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? ഇവിടെ ഇമാമിങ്ങൾ രണ്ട് തരക്കാരുണ്ട്. ഒന്ന് അഫ്ലത്ത് ഫുളീൽ ബാബിൻ്റെ മേൽ തന്നെയാണ്. അസ്ൽ ഈമാൻ ഒരാൾക്കുണ്ടാവണമെങ്കിൽ, മൂമിന് എന്നവനെ പറ്റി പറയണമെങ്കിൽ അവനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനിക്ക് അഹബ്ബായി വരണം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദൊക്കെ പറഞ്ഞത്. ആ നിലക്കാണ് ഖാദി ഇയാദ് പറഞ്ഞത്. എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇമാമിങ്ങൾക്ക് ഖാദി ഇയാദ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാവാതെ വിമർശിക്കുന്ന കുറേ ശാരീങ്ങളുണ്ട്. ഖാദി ഇയാദ് പറഞ്ഞത് മനസ്സിലാക്കണം. ഖാദി ഇമാം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരാളിലേക്കും അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാത്തിനേക്കാളും മഹബ്ബാവണം. കാരണം ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മാതാപിതാക്കൾ, മാതാവ് ജന്മം നൽകിയവർ, ബാപ്പയും ഉമ്മയും. അത് ആദ്യം പറയാനുള്ള കാരണം എന്താ? ബാപ്പയും ഉമ്മയും എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജന്മം നൽകിയവർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഏതായാലും ഉണ്ടാകും. വലത് എന്നത് മക്കൾ എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പം ആദ്യം എല്ലാവർക്കും ഉള്ളത് പറഞ്ഞു, പിന്നെയാണ് കുറച്ച് ആളുകൾക്കുള്ളത്. കുട്ടികളും മക്കളുള്ളവർക്കല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വാലിദിനെ ആദ്യം മുന്തിച്ചത്. അപ്പം മാതാവ്, പിതാവ്, മക്കള്, അവൻ സ്നേഹിക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാത്തിനേക്കാളും ഹത്താബിൻ നഫ്സിഹി അവൻ്റെ നഫ്സിനേക്കാളും അഹബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരിക്കണം. എന്നെങ്കിലേ ഓൻ അസിൽ ഈമാനുള്ളവനാവുള്ളൂ. അപ്പം ഈ മഹബത്തിൻ്റെ അർത്ഥം എന്താണ്? ആ മഹബത്തിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലാ യസിഖുൽ ഈമാനു ഈമാൻ സഹിയാകുന്നില്ല ഇല്ലാ ബിതഹ്ഖീഖി ഇനാഖത്തി ഖദ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമൻസിലതിഹി അലാ കുല്ലി വാലിദിൻ വവലദിൻ വമുഹ്സിനിൻ വമുതഫദ്ദിലിൻ. അവനിക്ക് ഗുണം ചെയ്യുന്നവൻ, അവനിക്ക് ഔദാര്യം ചെയ്യുന്ന ആരെല്ലാമുണ്ടോ, മാതാവ്, പിതാവ്, മക്കള്, അവർ എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലവാരം ഏറ്റവും ഉയർന്നവനാണ് എന്ന് അവൻ്റെ മനസ്സിൽ സ്ഥിരം പിടിക്കുന്നത് വരെ കൊണ്ടല്ലാതെ ഒരാൾ മുഅ്മിനാവൂല. അതാണ് അഹബ്ബ് എന്ന് പറഞ്ഞാൽ. അഹബ്ബിയത്തിൻ്റെ മാന അതാണ്. വമൻ ലം യഅ്തഖിദ് ദാലിക വഅ്തഖദ സിവാഹു ഫലൈസ ബിമുഅ്മിനിൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും സ്ഥാനമാനമുള്ളത്. അവരാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയവര്. അത്ര സ്ഥാനമാനങ്ങളുള്ള വേറെ ഒരാളും ഇവിടെ ഇല്ല, വേറെ ഒന്നുമില്ല എന്നുള്ള വിശ്വാസം അത് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹബ്ബാകുക എന്നതിൻ്റെ മഅന. ഇങ്ങനെ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി അതിനെ പോലെയുള്ള മഹാന്മാർ. വളരെ നല്ല അർത്ഥമാണത്. വേറെ ഒരു ഇമാം ഖുർത്തുബി ഖാദി അതിനെ വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും ഖുർത്തുബി പറഞ്ഞതിൻ്റെ ചുരുക്കം, സ്നേഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയവരാണ് എന്ന് ദലീല് സഹിതവും എല്ലാതെയും അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതുകൊണ്ട് ഒരാൾ വലിയ ആളാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അയാളെ സ്നേഹിച്ചോളണമെന്നില്ലല്ലോ, സ്നേഹം മറ്റൊന്നല്ലേ. അങ്ങനെ വലിയ ആളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടതാ ഖുർത്തുബി, അഹ്മദുൽ ഖുർത്തുബി മാലിക്കി മദ്ഹബ് അവർ പറയാണ്, ളാഹിറു കലാമിൽ ഖാദി ഇയാദ്
സർഫുൽ മഹബ്ബത്തി ഇലാ ഇഅ്തിഖാദി തഅളീമിഹി വജ്ലാലിഹി. ഖാദി ഇയാദ് പറഞ്ഞത് പ്രകാരം മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അഹബ്ബാകാരനിലെ മഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കലിലേക്കും ബഹുമാനിലേക്കും വിശ്വാസത്തെ തിരിച്ചുവിടലാണ്. വലാ ശക്ക ഫീ കുഫ്രി മൻ ലാ യഅ്തഖിദു ദാലിക. അത് വിശ്വസിക്കാത്തവൻ കാഫിർ തന്നെ എന്നുള്ള സംശയവുമില്ല. അതന്നെയുള്ള ലാ യുമിനു പറഞ്ഞ അർത്ഥം അതന്നല്ലേ. പക്ഷേ ലൈസൽ മുറാദു ബിഹാദൽ ഹദീസി ഇഅ്തിഖാദുൽ അഅ്ലമിയ്യത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ നിലവാരമുള്ളവരാണെന്നുള്ള വിശ്വാസമല്ല അഹബ്ബ് എന്ന് പറഞ്ഞ ഉദ്ദേശം ഹദീസ് കൊണ്ട് മുറാദ്. ഇത് ഇഅ്തിഖാദുൽ അഅ്ലമിയ്യത്തി ലൈസ ബിമഹബ്ബത്തിൻ വലാ മുസ്തൽസിമൻ ലഹാ. ഒരു സാധനം ഏറ്റവും നിലവാരമുള്ളതാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് അത് അതിന് വിശ്വസിക്കലിനെ പറ്റി മഹബ്ബത്ത് എന്ന് പറയില്ല. അതിനാൽ മഹബ്ബത്ത് ഉണ്ടായും തീരൂല. ഇത് ഖദി അഹ്മദുൽ ഇൻസാനു ഇഅ്ലാമ ശൈഇൻ മഅ ഖുലുവിഹി അൻ മഹബ്ബത്തിഹി. ഒരു മനുഷ്യൻ ഒരു സാധനത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും മദഹ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതോടുകൂടെ മഹബ്ബത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. قال فعلى هذا من لم يجد من نفسه ذلك لم يكن إيمانه على أن كل من آمن إيمانا صحيحا لا يخلو من تلك المحبة. ഏത് ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ സഹിയായ നിലക്ക് വിശ്വസിച്ചോ അവർക്കൊക്കെ ഈമാൻ ഒരു ഈമാൻ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് കാമിലായ മൂമിനാവൂല. ഒരു അർത്ഥം മാറ്റി കാമിലായ ഈമാൻ അർത്ഥം വെച്ചു. വഖദ് ഖാല അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മുഅ്മിനായ മഹാനാണല്ലോ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അഹബ്ബായ ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പൂതി തീരുന്നത് വരെ നോക്കിയിരുന്നില്ല. കാരണം മഹബ്ബത്ത്, കാരണം നബി തങ്ങളോടുള്ള ഹൈബത്ത്, ഇജ്ലാൽ, തഅലീം വന്നു. കൂടുതൽ നോക്കി നബി തങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഹദീസ് കേട്ടമല്ല, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി എന്ന് പറയുന്ന ഹദീസ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. തങ്ങൾ എന്നിലേക്ക് എല്ലാ ഷൈഇനേക്കാളും എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവർ തങ്ങളാണ്. എൻ്റെ തടിയെ വെച്ച്, എൻ്റെ തടി കഴിച്ചിട്ടേ എനിക്ക് തങ്ങളുള്ളൂ മഹബ്ബത്തിൻ്റെ വിഷയത്തിൽ. ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, വമിൻ നഫ്സിക യാ ഉമർ, ഉമറെ നിന്റെ നഫ്സിനേക്കാളും ഞാൻ അഹബ്ബായി വന്നാലേ മുഅ്മിനാവുള്ളൂ. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമിൻ നഫ്സി, എൻ്റെ നഫ്സിനേക്കാളും തങ്ങൾ എനിക്ക് അഹബ്ബായിപ്പോൾ. ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാന യാ ഉമർ, ഉമറെ ഇപ്പോഴാണ് എൻ്റെ ഈമാൻ പൂർണ്ണമായത്. അല്ലാന യാ ഉമർ. അപ്പൊ ഈ പറഞ്ഞ മഹബ്ബത്ത് അതേതല്ല, ഒരു വലിയ ആളാണെന്ന് വിശ്വസിക്കലല്ല, അത് എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ എന്താണത്? മനസ്സിനുള്ള ഒരു ചായ്വാണ്, ഒരു ആകർഷണമാണ്, ഒരു മനസ്സിലേക്കുള്ള മൈലുൽ ഖൽബ്, സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ലേ, മനസ്സിലേക്ക് ഒരു വസ്തുവിനോട് പ്രത്യേകമായ ആകർഷണം. ആ ആകർഷണം ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടായിരിക്കണം എന്ന് അർത്ഥം വെക്കുന്നു, വിഭാഗം വെക്കുന്നത്. ലാ യൂമിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും മൂമിനാവൂല ഈമാനൻ കാമിലാന. ഫത്തുൽ ബാരി അടക്കാതിട്ടിട്ടുണ്ട് ഈമാനൻ കാമില. എല്ലാ അധിക ശാരീരങ്ങളും അപ്പോക്കാണ് പോകുന്നത്. കാമിലായ മൂമിനാവൂല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇവിടെ നല്ല രസമുള്ള പോക്കാ പോയിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ ഈ ഹദീസിനെ രണ്ട് നിലക്കാണ് ഹംല ചെയ്തിട്ടുള്ളത്. ബാബ് കൊണ്ട് ഇമാം ബുഖാരിയുടെ ഫിഖ് ബാബിലാണ് നമുക്ക് പറയുന്നുണ്ടല്ലോ, ബാബു ഹുബ്ബുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. മൂമിനാവണമെങ്കിൽ സ്നേഹിച്ചേ പറ്റുള്ളൂ. തൊട്ടുമ്പത്തെ ബാബ് പറഞ്ഞ മിനൽ ഈമാനി അൻ യുഹിബ്ബ ലി അഖീ മാ യുഹിബ്ബു നഫ്സിഹി, അഹബ്ബാവണമെന്നല്ല പറഞ്ഞത്.
അപ്പം എന്ത് പറഞ്ഞു? ലവല്ലദീ നഫ്സി ബിയദി ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി എന്ന് പറഞ്ഞാൽ ആ കാമിലായ ഈമാനിക്കാണ് അഹബ്ബിയത്ത് വേണ്ടത്, ഏറ്റവും വലിയ സ്നേഹം വേണ്ടത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. ആ സ്നേഹം മറ്റുള്ളവരെക്കാളും കൂടുതൽ ഏറ്റവും വലിയ മുഹിബ് നബി തങ്ങളാവണം എന്നുള്ളത് കാമിലായ ഈമാനിക്കാണ്. മൂമിനാവണോ അസ്ർ മഹബ്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേണം. ഇതാണ് ഇമാം ബുഖാരിയുടെ പോക്ക്, അതിനാണ് ഫത്ഹുൽ ബാരിയുടെയും പോക്ക്. എന്നാൽ ഖാദി ഇയാദ് ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഗൗരവത്തിലാണ്. ഹദീസിനെ ളാഹിർ പ്രകാരം തന്നെ അമൽ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലുള്ള സർവ്വത്തിനേക്കാളും അഹബ്ബായാൽ തന്നെ അസ്ർ ഈമാനുള്ളൂ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവനിക്ക് ഷഫഖത്തിൻ്റെ സ്നേഹം, മക്കളുള്ള സ്നേഹം പോലെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹം പോലെ, ഇജ്ലാൽ തഅലീമിൻ്റെ സ്നേഹങ്ങൾ, അല്ലെങ്കിൽ സഹപാഠികളുടെ സ്നേഹം പോലെയുള്ള സ്നേഹം, സ്വർഗത്തോടുള്ള സ്നേഹം, ഇങ്ങനെ ഏത് സ്നേഹമുണ്ടോ ആ സ്നേഹം മുഴുവനിലെയും അർഹതപ്പെട്ടവർ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി സ്നേഹിക്കുന്നത് ഭംഗി നോക്കിയിട്ടാണോ? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണുള്ളത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രത്യേകതകൾ നോക്കിയിട്ടാണോ? അതും ഏറ്റവും ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുണം ചെയ്യൽ കൊള്ള നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കൊള്ള നോക്കുമ്പം അവൻ്റെ ഈമാൻ സലാമത്താക്കി തരിക എന്നുള്ളതാണ്, അള്ളാഹുലേക്ക് ഹിദായത്താക്കി തരിക എന്നുള്ളതാണ്, അവനെ അള്ളാഹുവിനെ ബോധമുള്ളവനാക്കി തരിക എന്നുള്ളതാണ്. അതും നബി തങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മനുഷ്യനെ സ്നേഹിക്കലിൻ്റെ 6 ഘട്ടങ്ങൾ ഏതെല്ലാമുണ്ടോ, 6 സൈസ്, തഅലീമിൻ്റെ ഇജ്ലാൽ ആദരിച്ചതിൻ്റെ പേരിലുള്ളതായ തഅലീം, ഇജ്ലാൽ ഇളാമിൻ്റെ മഹബത്ത്, റഹ്മത്ത് ഷഫഖത്തിൻ്റെ മഹബത്ത്, മുശാക്കലത്ത് ഇസ്തിഹ്സാനിൻ്റെ മഹബത്ത്, ഇതുകൊണ്ട് നോക്കുമ്പോൾ നബിയാണ് ഏറ്റവും ബന്ധപ്പെട്ടത്. അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നല്ല രൂപവും അദ്ദേഹത്തിൽ നിന്ന് രസമാക്കപ്പെടുന്നു കാണാനും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് രസമായി എണ്ണുന്ന സ്വഭാവകാര്യങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മത കൊണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ ഫദ്ൽ ജമാൽ കൊണ്ടിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ നോക്കിയിട്ടുള്ളത്. ഈ 6 നിലക്കുള്ള സ്നേഹത്തിൻ്റെയും ഉടമസ്ഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ്. ആ നിലക്ക് അഹബ്ബാവണം. ആ അഹബ് എന്ന് പറഞ്ഞാൽ അതിനെ സ്നേഹിക്കാൻ പറ്റിയ ഒരാൾ ലോകത്തുണ്ടോ അത് നബി മാത്രമുള്ളൂ എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ ഇഅ്തിഖാദ് വരണം. ഇതാണ് ഖാദി ഇയാദ് പറയുന്ന അർത്ഥം. വളരെ നല്ല അർത്ഥമാണ്. മറ്റുള്ളവർ പറയുന്നത് അകാമിലായ ഈമാൻ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായി വരണം. എല്ലാത്തവരും അസ്ർ ഈമാനുള്ളവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ നഫ്സ് ഒഴിച്ച് തങ്ങളാണ് ഏറ്റവും വലിയ അഹബ്ബ് എന്ന് പറയുമ്പോഴും അതുവരേക്കും മുസ്ലിം അല്ല എന്നാരെങ്കിലും പറയുമോ? നബി തങ്ങൾ പറഞ്ഞു, പോരാ, നിന്റെ നഫ്സിനേക്കാളും ഞാൻ അഹബ്ബാണെന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിനെ അതിന് പാകമാക്കിയത്. അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർക്ക് മാത്രം കഴിയുന്നൊരു സ്വഭാവമാണ്. അധിക പേർക്കും അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിഞ്ഞോളമെന്നില്ല. നാം പറഞ്ഞു വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വാചകം പറയുന്നതിൻ്റെ മുമ്പും ഇപ്പോൾ എനിക്ക് തങ്ങളാണ് ഏറ്റവും അഹബ്ബ്, സഹിയായ ഹദീസാണ്, ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇപ്പോൾ തങ്ങൾ എനിക്ക് ഏറ്റവും മഹബ്ബായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ മുമ്പും ഉമർ ഖത്താബ് മുസ്ലിം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ അർത്ഥം കാമിലായ മുഅ്മിനാവില്ല എന്നാണ്. 2 അഭിപ്രായമാണ്, 2 കാഴ്ചപ്പാടാണ്. 2ാം കാഴ്ചപ്പാടിലേക്കാണ് ഇമാം ബുഖാരി ഈ ഹദീസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവിടെ ബാബിട്ടത് ബാബു ഹുബ്ബിർ റസൂലി മിനൽ ഈമാൻ എന്നല്ലാതെ ബാബു കൗനിർ റസൂ ബാബു കൗനു ഹുബ്ബിർ റസൂലി കൗനുർ റസൂലി അഹബ്ബൽ ഖൽഖി
മിനൽ ഈമാൻ എന്നൊന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ഈ ഹദീസിനെ അഹബ്ബിയത്തിലേക്കാണ് നക്കൽ ചെയ്തിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.